ഹലോ ഹായ് മുത്തുമണിസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് നമുക്ക് കണ്ടില്ലേ 2 ബോട്ടിൽ കുപ്പികൾ കിട്ടിയത് വെള്ളത്തിൻ്റെ ബോട്ടിൽ കുപ്പി കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് അതിലേക്കൊന്ന് ചെടി നടാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ നമ്മളെന്താണ് എന്ത് ചെയ്യുന്നതും നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് എന്താ സ്ഥിരം ചെയ്യുന്നത് തന്നെയല്ലേ എന്നുള്ളത്. എന്നാലും നമുക്ക് നമ്മളൊരു സന്തോഷം, അത് ആ സന്തോഷം നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളെ ഇന്നത്തെ ബോട്ടിൽ കുപ്പിയിൽ നമ്മൾ നടണമെന്ന് കാണിച്ചു തരേ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് നടാൻ വിചാരിച്ചതും 10 മണി മുല്ല ചെടികളാണ് കേട്ടോ. അതിപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നേ ഇതുപോലെ നട്ടീനി. അപ്പോൾ നമ്മൾ വേറെ സ്ഥലത്തേക്കാണ് ഇങ്ങനെ തൂക്കി വെച്ചിനത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഭാഗം ഒരു സെറ്റാക്കി വെച്ചിന് കേട്ടോ. ഹാങ്ങിങ് ചെടിയൊക്കെ നല്ലോണം നട്ട് പിടിപ്പിച്ച് നമ്മളൊരു ഭാഗത്തേക്ക് സെറ്റാക്കി വെച്ച്. അപ്പോൾ ആ ഹാങ്ങിങ് ചെടീൻ്റെ താഴേക്ക് വെക്കാനാട്ടോ എൻ്റെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ ചെയ്യാത്ത രീതിയിലാണ്. അപ്പോൾ ചെയ്യാത്ത രീതിയിലാകുമ്പോൾ അതുകൂടി നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാമല്ലോ എന്നുള്ളത്. പിന്നെ അധികം സ്ഥലമൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഇതുപോലൊക്കെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ. നമുക്കിപ്പോൾ എല്ലാവർക്കും സ്ഥലം ഒരുപാട് ഉണ്ടാവണം എന്നൊന്നുമില്ലല്ലോ. അപ്പോൾ താല്പര്യവും ഉണ്ടാവും. നമുക്ക് ചെടിനോടും കൃഷിനോടൊക്കെ ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ സ്ഥലമില്ല എന്നൊക്കെ പറയുന്നവർക്കുള്ള ഒരു ടിപ്പ് കൂടി ആയിട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ അപ്പോൾ നമ്മൾ ഇതിനൊക്കെ ഹോൾസ് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ 2 ഭാഗവും ഞാൻ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അത് നടുങ്ങട്ട് കട്ട് ചെയ്തെടുത്തിട്ട് 2 ഭാഗത്തും ഇങ്ങനെ ഇതുപോലെ തന്നെ നടാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ അതാ ഞാനിങ്ങനെ കത്തി ചൂടാക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കുകയാണേ. അപ്പം ഇതൊക്കെ എനിക്കൊരു ഭയങ്കര ഒരു സന്തോഷമാട്ടോ. ഇങ്ങനത്തെ ഒരു പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ ആ സന്തോഷം നിങ്ങൾക്ക് കൂടിയും കാണിച്ചു തരിക എന്നുള്ളത്. ആർക്കെങ്കിലും ഒരു ഉപകാരപ്പെടുകയാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ഒരുപാട് ആൾക്കാരെ കമൻറ്റ് കണ്ടിട്ട് ഞങ്ങൾക്ക് ഉപകാരപ്പെട്ട് ഞങ്ങൾ ഇതുപോലെ നട്ട് എന്നൊക്കെ പറയുമ്പോൾ ഞമ്മക്കും ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. ഒരാളെങ്കിലും ഇതുപോലെ ചെയ്താലുണ്ടല്ലോ, വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലൊക്കെ ഓരോന്ന് ചെയ്യുമ്പോൾ ഞമ്മക്കും നല്ല, നമ്മളത് കണ്ടിട്ട് ഒരാളെങ്കിലും ഇതുപോലെ ചെയ്യാൻ തുടങ്ങിയല്ലോ എന്നുള്ളൊരു സന്തോഷം കേട്ടോ. അതുപോലെ അതായിട്ട് നമ്മളെ മണ്ണൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുപ്പികളിലേക്ക് നിറച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ 10 മണി മുല്ല നമ്മൾ സാധാ ചെയ്യുന്നത് പോലെ തന്നെ ആ ഹോൾസിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നമുക്കത് നട്ട് പിടിപ്പിക്കുകയും ചെയ്യാം. എന്നിട്ട് നമുക്കിത് സ്ഥലമില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് നമ്മൾ ഒരു സ്ഥലത്ത് ഒന്നിൻ്റെ കൂടെ ഒരു ചെടിയുടെ നട്ട് പിടിപ്പിക്കുന്ന രീതിയായിട്ടോ ഞാൻ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ഈ ഹോൾസിലേക്ക് കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ മണ്ണിട്ട് കൊടുക്കുക കേട്ടോ. നമ്മളെ മിക്സ് മണ്ണാട്ടോ അത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് എന്തൊക്കെ ചേർത്തിയെന്ന് ചോദിച്ചാൽ നമ്മളെ പച്ചക്കറീൻ്റെ അതൊക്കെ ഉണ്ടാവുമല്ലോ, ഉള്ളിത്തൊണ്ട് മുട്ടത്തൊണ്ട് അതൊക്കെ വാടയാണ് കേട്ടോ. മണ്ണിലേക്ക് ഇട്ട് യോജിപ്പിച്ച് ഇങ്ങോട്ട് എടുത്തതാണ്. ഇപ്പോൾ അത് നമ്മളൊരു കുപ്പി ഇങ്ങോട്ട് റെഡിയാക്കി വെച്ച് ഇനി എല്ലാ കുപ്പിയും നമ്മളെ 3 കുപ്പികളാട്ടെ നമ്മളിങ്ങനെ 2 കുപ്പി നമ്മളിങ്ങനെ അതുപോലെ 4 എണ്ണം കട്ട് ചെയ്താക്കി എടുത്തതാണ്. അപ്പോൾ 4 എണ്ണം പോലെ 6 എണ്ണം വേണ്ടിനും നട്ടേണ്ടി വരും. അപ്പോൾ ചെടിയും കുറവാണ് നമ്മളെ കയ്യിൽ, 10 മണി മുല്ല ചെടികളും കുറവാണ്. ഇതിപ്പോൾ വേറെ വെറൈറ്റി 10 മണി മുല്ല പൂ കേട്ടോ. അത് കിട്ടിയപ്പോൾ അതൊന്ന് എയിലാണ് നട്ട് പിടിപ്പിക്കുക എവിടെയാണെന്നുള്ളത് ഒന്നുമില്ലാത്തൊരു ഐഡിയ നിൽക്കുമ്പോഴാണ് എനിക്ക് തോന്നിയത് ഇങ്ങനെ കുപ്പിയിൽ നട്ട് പിടിപ്പിക്കാമല്ലോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ബോറാവുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. നമ്മൾ നട്ട തന്നെയല്ലേ എന്ന്. അപ്പോൾ നട്ട തന്നെയാണ് ശരി. എന്നാലും നമ്മളിത് ഇങ്ങനെ ഹാങ്ങിങ് ചെടിമേലൂടെ ഇങ്ങനെ സെറ്റാക്കുന്നത് ഞാൻ ഇതുവരെ കാണിച്ചില്ല. അതൊന്ന് ചെയ്ത് നോക്കിയിട്ട് അത് നിങ്ങൾക്കൊന്ന് കാണാമല്ലോ. ഉള്ള സ്ഥലത്ത് നമുക്ക് കുറഞ്ഞ സ്ഥലമാണെങ്കിൽ ആ സ്ഥലത്ത് നമുക്ക് ഒരുപാട് സെറ്റാക്കി ഇങ്ങോട്ട് എടുക്കാം കേട്ടോ. എന്നപ്പോൾ നമ്മൾ 4 ബോട്ടിലും ചെടികളൊക്കെ നട്ട് പിടിപ്പിച്ച് ഇവിടെ റെഡിയാക്കി വെച്ചിനെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് കയറിട്ടിട്ട് ഇങ്ങനെ കെട്ടി തൂക്കുക. കണ്ടില്ല, ഞാൻ എന്താ ഹാങ്ങിങ് ചെടികൾ ഇവിടെ സെറ്റാക്കി വെച്ചാണ്. ഈ സൈഡിൽ നമ്മളിങ്ങനെ ചെടി വെച്ചില്ലേ കേട്ടോ. ഇപ്പോഴാണ് നമ്മളിവിടെ റെഡിയാക്കിയത്. നമ്മൾ ഹാങ്ങിങ് ചെടിയൊക്കെ ഒന്ന് ഉണ്ടായി വന്നതിൻ്റെ ശേഷം അവിടെ വെച്ച് പിന്നെ അതിൻ്റെ താഴെ ആ ചട്ടിൻ്റെ താഴെ തന്നെ കയറ് ഇതുപോലെ ഇങ്ങോട്ട് കെട്ടി കൊടുത്തിട്ട് അതിന്മേൽ കെട്ടി തൂക്കുക എന്നുള്ളത് കേട്ടോ എൻ്റെ ഐഡിയ. അപ്പോൾ നമുക്ക് സ്ഥലം ഒരുപാട് സ്ഥലം ഇങ്ങോട്ട് മുടങ്ങുകയും ചെയ്യില്ല. ഇതിനായിട്ട് വേറെ സ്ഥലവും വേണ്ട. ഉള്ള സ്ഥലത്ത് തന്നെ ഒന്നിൻ്റെ കൂടെ തന്നെ ഒന്നുകൂടി നടുമ്പോൾ അതൊരു വെറൈറ്റി ആയിരിക്കുമല്ലോ. മുകളിൽ വേറൊരു ചെടിയും താഴെ ഒരു 10 മണി മുല്ല ചെടികളും. അപ്പോൾ അതുപോലെ ഒന്ന് എങ്ങനെ ഉണ്ടാവുന്നുണ്ടായാലൊക്കെ ഒന്ന് കാണും ചെയ്യാന്നുള്ളത് ഒരു താല്പര്യം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ സ്ഥലം നമുക്ക് കുറഞ്ഞ സ്ഥലവും മതി. അപ്പോൾ ഇതുപോലെ തന്നെ പല ചെടികളും കേട്ടോ. 10 മണി മുല്ല ചെടി എന്നല്ല, എനിക്ക് ഈ 10 മണി മുല്ല ചെടി ഞാൻ നടുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏത് കാലത്ത് ഏത് സമയത്തും ഒരുപോലെ പൂവിട്ടിക്കുന്ന ചെടിയാണ് 10 മണി മുല്ല ചെടി എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ നട്ടപ്പം വിചാരിക്കും ഇതിൽ അതിന് മാത്രമില്ലല്ലോ എന്നുള്ളത്. ചെടികൾ നമുക്കൊരു 2 തണ്ട് മതി ഒരുപാട് 10 മണി മുല്ല ചെടികൾ ഉണ്ടാക്കാൻ കേട്ടോ. അത് തന്നെ കൂടുതൽ ഉണ്ടാക്കി നമുക്കൊരു മുറ്റത്ത് തന്നെ വലിയൊരു ഗാർഡന് സെറ്റാക്കട്ടോ 10 മണി മുല്ല ചെടികൾ. അതുപോലെ പൂവിനോടൊക്കെ ഭയങ്കര താല്പര്യമുള്ള ആൾക്കാരുണ്ടോ, പൂവുകളിനോട് അതുപോലെ ഇലച്ചെടിനോട്. പല ആൾക്കാർക്ക് പല വിധത്തിലാണല്ലോ. നിങ്ങൾക്ക് ഏതൊക്കെ പൂവിനോടാണോ താല്പര്യം, ഇലച്ചെടികളോടാണോ താല്പര്യമുള്ളവരൊക്കെ കമൻറ്റ് അറിയിക്കട്ടോ. അപ്പോൾ ഞാൻ ഒരു ബോട്ടിൽ അവിടെ തൂക്കി വെച്ച് ഇനി 2ാമത്തെ ബോട്ടിൽ ഇതുപോലെ തന്നെ ഇങ്ങോട്ട് തൂക്കി റെഡിയാക്കുക. കണ്ടില്ലേ,
ഇത് ഇങ്ങനെ കെട്ടി തൂക്കുമ്പോൾ നമുക്ക് വലിയൊരു ഭംഗിയായിട്ട് ഇങ്ങോട്ട് തോന്നൂല. ഇതൊക്കെ ഇങ്ങോട്ട് പൂവിട്ട് നിൽക്കുന്ന സമയത്താണ് ഇതിൻ്റെ ഭംഗി കേട്ടോ. അപ്പം നമ്മൾ ഇതുപോലൊക്കെ നമ്മളെ വീട്ടുമുറ്റത്ത് ഇതുപോലൊക്കെ ചെയ്ത് നല്ല സെറ്റാക്കി എടുത്താൽ എന്ത് ഭംഗി ഉണ്ടാവും. മനസ്സിനാണെങ്കിൽ ഭയങ്കര സമാധാനം കേട്ടോ. ഈ ചെടി പച്ചക്കറി എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരു മനസ്സിന് വല്ലാത്തൊരു സന്തോഷം കേട്ടോ. എനിക്ക് ഏത് ടെൻഷൻ ഉണ്ടെങ്കിലും എനിക്ക് എൻ്റെ ചെടിമരൊക്കെ ഒന്ന് കുറച്ചു നേരം നോക്കി അതിൻ്റെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടന്ന് അതിനോടൊക്കെ ഭയങ്കര ഒരു താല്പര്യമുള്ള ആളാണ്. അതുപോലെ ഒരുപാട് ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവും കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻ്റ് അറിയിക്കുക. പിന്നെ ഇതുപോലൊക്കെ ചെയ്ത് നോക്കേണ്ടി എല്ലാവരും ഒന്ന് ചെയ്താലാണല്ലോ നമുക്ക് ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ളതൊക്കെ അറിയല്. അപ്പം നമ്മൾ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്കത് കാണിച്ചു തരും. അപ്പം നമ്മൾ രണ്ടാമത്തെ ബോട്ടിൽ കുപ്പി നമ്മളിത് കഴിഞ്ഞ് അതുപോലെ ഇനി 2 കൂടി ഉണ്ട്. അതുകൂടി ഇങ്ങനെ കയറ് കെട്ടിയിട്ട് നമുക്ക് സെറ്റാക്കി ഇങ്ങോട്ട് എടുക്കുക. കണ്ടില്ലേ ഇങ്ങനെ ഉണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് അറിയിക്കുക. അപ്പം നമ്മൾ ഹാങ്ങിങ് ചെടി കണ്ടില്ലേ, ഇത് ഞാനിപ്പോൾ നട്ട് പിടിപ്പിച്ച് ഇങ്ങനെ വന്നതാണ് കേട്ടോ. അതുണ്ടായി ഇങ്ങോട്ട് മറ്റേ നമ്മളെ വീടിൻ്റെ ഒരു സൈഡിൽ ഫുള്ള് ഹാങ്ങിങ് ചെടി കേട്ടോ. അത് നല്ല ഭംഗി നല്ലോണം ഉണ്ടായിന്. അപ്പം അതിൽ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇതുപോലെ ഇങ്ങോട്ട് സെറ്റാക്കിയത്. ഇനിയിപ്പോൾ നമുക്കിത് സെയിലും കൊടുക്കാം. ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് സെയിലും ചെയ്യാം. നമുക്ക് മാത്രമല്ല ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവർക്കും കൊടുക്കാമല്ലോ. നമുക്ക് മാത്രം ഉണ്ടായാൽ പോരെ, എല്ലാ വീട്ടിലും അപ്പോൾ വെറുതെ വേണ്ടിയവർക്കും നമ്മൾ വെറുതെ കൊടുക്കൂല. ഇതിൻ്റെ തണ്ട് കുറച്ച് ചട്ടിയിലോടൊക്കെ കൊടുക്കൂല, അത് നമ്മൾ സെയിലായിട്ടേ കൊടുക്കുകയുള്ളൂ. പിന്നെ ഇങ്ങനെ തണ്ടൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും ചെയ്യും കേട്ടോ. ആവശ്യക്കാരൊക്കെ ഉള്ളവരുണ്ടെങ്കിലൊക്കെ പറയണ്ടേ. ഇതൊക്കെ ഒരു സന്തോഷം, മനസ്സിന് ഭയങ്കര സമാധാനമുള്ള സംഗതി കേട്ടോ എനിക്ക്. അതുകൊണ്ട് ഞാൻ എത്ര ടൈം വേണമെങ്കിലും ഈ ചെടി പച്ചക്കറി ഇതിനൊക്കെ ഞാൻ എത്ര ടൈം വെച്ചിട്ട് ഞാനിത് ചെയ്യും. അതുപോലെ നമ്മുടെ വീട്ടിലേക്ക് ചെറിയ സൗകര്യക്കുറവൊക്കെയാണ് കേട്ടോ. എന്നാലും ഉള്ള സ്ഥലത്ത് അതിനത്ര സ്ഥലമൊന്നുമില്ല കേട്ടോ. നമുക്ക് കുറഞ്ഞ സ്ഥലമുള്ള സ്ഥലത്തൊക്കെ നമുക്ക് നമ്മളോട് കഴിയുന്ന രീതിയിൽ നമ്മളൊരു പച്ചക്കറി ആണെങ്കിലും ചെടികളാണെങ്കിലും ഒക്കെ ഒന്ന് നട്ട് പിടിപ്പിക്കും. അതുപോലെ കോഴി വളർത്തുക, സ്ത്രീകൾക്ക് തന്നെ വീട്ടിലിരുന്നോടെ നമുക്ക് പല രീതിയിലും ചെയ്യാൻ പറ്റിയ വരുമാനമുണ്ട്. നമ്മൾ ചെയ്യാത്തൊരൊറ്റ ഇതുകൊണ്ടാണ്. കോഴി വളർത്തുന്നവരുണ്ട്, ചെടി വളർത്തുന്നവരുണ്ട്, പച്ചക്കറി, അങ്ങനെ പല രീതിയിലും നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഓരോരുത്തരുടെ കഴിവ് ഇങ്ങോട്ട് പുറത്തിറക്കി നമുക്ക് ചെയ്താലുണ്ടല്ലോ നമ്മൾ ആവശ്യത്തിലേക്ക് നമുക്ക് ഒരാളോട് 10 രൂപ ഒരാളോട് ചോദിക്കാത്ത രീതിയിൽ നമുക്ക് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതും അതുമാണ്. പിന്നെ നമുക്ക് വീട്ടുകാരെ സഹായിക്കാമല്ലോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടിയാലും. അപ്പോൾ നമ്മളെ ചെടികളൊക്കെ കണ്ടില്ലേ നട്ടത്, ഇതിങ്ങനെ കാണുമ്പം ഭംഗിയുണ്ടാവും. ഇതൊക്കെ ഉണ്ടായി വേഗം ഉണ്ടാവുന്ന ഒരു ചെടിയാട്ടോ ഈ പത്തണിമുല്ല ചെടികൾ. അപ്പം തന്നെ ഇങ്ങനെ വെച്ചപ്പം തന്നെ നല്ല ഭംഗിയുണ്ട്. ഇനി ഇത് ഉണ്ടായിട്ടൂടെ ഞങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ. നമ്മളെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുക. നിങ്ങളെ കമൻറ്റ് അറിയിക്കുക. നിങ്ങളെ കമൻറ്റ് അറിയിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഇനിയും വീഡിയോസും കാര്യങ്ങളും എങ്ങനത്തെ ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങൾ പറഞ്ഞു തരാം കേട്ടോ. അപ്പം ഉള്ള സൗകര്യത്തിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ഒരുപാട് ചെടികളൊക്കെ നട്ട് പിടിപ്പിക്കുകയാണ്. ഒരുപാട് സ്ഥലമല്ലെങ്കിൽ ഉള്ള സ്ഥലത്തൊക്കെ വെച്ച് നമ്മൾക്ക് ഇങ്ങനത്തെ ഓരോ നട്ട് പിടിപ്പിച്ച് നമുക്കും മനസ്സിന് ഭയങ്കര സമാധാനവും സന്തോഷവുമാണ്. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അറിയിക്കുക. പിന്നെ നമുക്ക് ഇതുപോലത്തെ കുഞ്ഞു വീഡിയോസായിട്ട് വീണ്ടും വരുന്നതാട്ടോ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് ഇനിയും കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാനൊരു പ്രചോദനമാവുക. അപ്പോൾ കണ്ടില്ലേ എങ്ങനെ ഉണ്ട്, നല്ല ഭംഗി തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ ഒരുപാട് സന്തോഷം. ഇങ്ങനെയൊക്കെ എല്ലാവരും ഒന്ന് നമ്മൾ ഒഴിവാക്കിയ വേസ്റ്റ് കുപ്പികൾ, പാത്രങ്ങൾ എന്തൊക്കെ ഉണ്ടോ നമ്മുടെ കയ്യിൽ അതിലൊക്കെ ഇതുപോലെ നട്ടുപിടിപ്പിക്കട്ടോ. ഓക്കേ.